യൂണിറ്റിന്റെ ഭാഗമായിട്ടാണ് വ്യവസ്ഥിതിക്കെതിരെയുള്ളൊരു പോരാട്ടം അചഞ്ചലമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോയിരുന്നു. മാത്രമല്ല ഓരോ കാര്യങ്ങൾ ഗ്രഹിക്കാനും പഠിക്കാനുമുള്ള അദ്ദേഹത്തിന്റെ ഒരു താല്പര്യം 1980 മുതൽ എനിക്ക് അദ്ദേഹമായിട്ട് നല്ല ബന്ധമുണ്ട്. അതായത് ഞാൻ ഡൽഹിയിൽ മാധ്യമപ്രവർത്തനമായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഡൽഹി വരുമ്പോൾ ദീർഘമായിട്ട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിന്റെ വളരെ സൂക്ഷ്മമായിട്ടുള്ള തലങ്ങൾ പോലും അദ്ദേഹം സാംശീകരിക്കുന്ന ഒരു രീതി എനിക്ക് തോന്നുന്നൊരു ഒരു ഫൈറ്ററായിട്ട് എങ്ങനെ ഇവോൾവ് ചെയ്യുകയാണ് ചെയ്തത്. ഈ അവസാന ശ്വാസം വരെ പോരാടണമെന്നുള്ള ഒരു നിശ്ചയദാർഢ്യം എനിക്ക് തോന്നുന്നു കേരള സമൂഹം ഒരു വ്യക്തിയോട് കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ കഴിഞ്ഞൊരു 40 വർഷക്കാലം അത് അദ്ദേഹം എപ്പോഴും ഒരു പ്രതിപക്ഷ നേതാവ് തന്നെ. പ്രതിപക്ഷം എന്ന് ഉദ്ദേശിക്കുന്ന അദ്ദേഹം ഏതെങ്കിലും ഒരു സ്ഥാപനത്തിനെതിരെയുള്ളതല്ല, ഒരുപക്ഷെ ജനസാമാന്യത്തിനെതിരെ നിൽക്കുന്ന സംവിധാനങ്ങൾക്കെതിരെയുള്ളൊരു പോരാട്ടമാണ്. അദ്ദേഹം വേണമെങ്കിൽ ഫയലുകൾക്കെതിരെ വേണേൽ പോരാടും. എന്ന കാരണം ചില ഫയലുകൾ ജനവിരുദ്ധമാണ് എങ്കിൽ അദ്ദേഹം പോരാടും. ഇപ്പൊ എന്റെ മനസ്സിലേക്ക് വരുന്നൊരു രംഗം ഈ സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടി അദ്ദേഹം നൽകിയിട്ടുള്ള ഒരു അവാർഡ് ദാന ചടങ്ങിൽ കേരളം ഏറെ കൊട്ടിഘോഷിക്കുന്ന ആരാധിക്കുന്ന ഒരു നടൻ അവാർഡ് കൊടുക്കാൻ പോലും അതിന് തയ്യാറായില്ല. ഒരുപാട് വിമർശനങ്ങളുണ്ടായി. പക്ഷെ ആ സ്റ്റേജിൽ നിന്നുകൊണ്ട് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് അദ്ദേഹം ആ തീരുമാനം എടുക്കുകയായിരുന്നു. അതാണ് VS എന്നുള്ള നേതാവ്. ജോൺ ബ്രിട്ടാസ് VSന് ആദരാഞ്ജലി അർപ്പിച്ച ശേഷം മടങ്ങുന്ന ദൃശ്യമാണ് കാണുന്നത്. അദ്ദേഹം പറഞ്ഞതുപോലെ VSൽ എപ്പോഴും ഒരു പ്രതിപക്ഷമുണ്ടായിരുന്നു. അത് പ്രതിപക്ഷ നേതാവ് എന്നല്ല, ഞാൻ അങ്ങനെ ചോദിച്ചു എന്നേ ഉള്ളൂ. ഒരു പ്രതിപക്ഷം എപ്പോഴും VSൽ ഉണ്ടായിരുന്നു. അതൊരു ഫൈറ്ററുടെ രൂപത്തിലുള്ളതായിരുന്നു. അത് പാർട്ടിയിൽപ്പെട്ട ആളുകൾക്കും കൃത്യമായി ബോധ്യമുണ്ടായിരുന്നതാണ്. 2011 ശ്രീ ജോൺ ബ്രിട്ടാസ് അന്ന് പറഞ്ഞതാണ് VS ഇത് അധികാരത്തിൽ തുടർച്ച നേടാൻ പോകുന്നുവെന്ന്. പക്ഷെ അന്ന് നഷ്ടമായതാണ്. അത് മറ്റൊരു കാര്യം, അതേറെ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പാർട്ടിയിലുള്ളവർക്ക് തന്നെ അറിയാം VS എന്നുള്ളത് ഒരു പ്രതിപക്ഷം തന്നെയായിരുന്നു. ആ പ്രതിപക്ഷ നേതാവിനെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. VS അച്യുതാനന്ദന് ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോഴും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യം ഇപ്പോൾ ദർബാർ ഹാളിന് തൊട്ട് മുന്നിൽ നിന്നുള്ള ദൃശ്യമാണ്. ഈ വഴിയാണ് ദർബാർ ഹാളിനുള്ളിലേക്ക് പ്രവേശിക്കുക. VSനെ അവസാനമായി കാണുന്നതിന് വേണ്ടി VSന്റെ മൃതദേഹം പൊതുദർശനത്തിന് വേണ്ടി കിടത്തിയിരിക്കുന്ന ദർബാർ ഹാളിന് ഉള്ളിലാണ്. അതിന്റെ ദൃശ്യങ്ങളും കാണാം. നേതാക്കൾ പ്രധാന കവാടം വഴി പോകുന്നു. ജനങ്ങൾക്ക് വശത്തുള്ള ബാരിക്കേഡ് വെച്ച് തീർത്തിരിക്കുന്ന സ്ഥലത്തുകൂടി പോകുവാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നു. ഇപ്പോൾ ശ്രീ K മുരളീധരൻ VSന് ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി ദർബാർ ഹാളിലേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ. ഇങ്ങനെ പ്രമുഖരായ നേതാക്കൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ശ്രീ രമേശ് ചെന്നിത്തല എത്തിയിരുന്നു. കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കൾ എത്തുന്നു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ VS അച്യുതാനന്ദന് ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി നേതാക്കൾ എത്തുകയാണ്. VSനോട് എപ്പോഴും പ്രതിപക്ഷത്തിന് ബഹുമാനം ഉണ്ടായിരുന്നു. ഒരു അർഹിക്കുന്ന ബഹുമാനത്തോടു കൂടി തന്നെയായിരുന്നു VSനെ പ്രതിപക്ഷത്തെ നേതാക്കളും കണ്ടിരുന്നത്. അത് നമുക്ക് പ്രധാനമായിട്ടും 2001, 2006 കാലഘട്ടത്തിലും അതുപോലെ തന്നെ 2011, 2016 കാലഘട്ടത്തിലും ആ സമയത്തെ കേരള രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ അറിയാവുന്നതാണ്. UDFിലെ നേതാക്കൾക്കെതിരെ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നേതാക്കൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനം VS ഉന്നയിക്കാറുണ്ട്. പക്ഷേ അത് പ്രശ്നാധിഷ്ഠിതമായ കാര്യങ്ങളിലാണ്. പക്ഷേ വെളിയിൽ VS എപ്പോഴും ബഹുമാനം നേടിയെടുത്തിരുന്നു. അത് പ്രതിപക്ഷ നേതാക്കളിൽ നിന്നും അദ്ദേഹത്തിന് ബഹുമാനം കിട്ടിയിരുന്നു. ഇന്നലെ അനുസ്മരണം നടത്തിയ നേതാക്കളും അക്കാര്യം പറഞ്ഞു. VSുമായിട്ട് ആത്മബന്ധം പുലർത്തുന്ന പല നേതാക്കളും UDFിലും കോൺഗ്രസിലും ഉണ്ടായിരുന്നു. മറുകണ്ഠം ചാടുന്ന നേതാക്കൾ, LDFിൽ നിന്ന് UDFിലേക്ക് പോകുന്ന നേതാക്കൾ, തിരികെ വരുന്ന നേതാക്കൾ, ഇവരോടൊക്കെ VSന് ഒരു ആത്മബന്ധമുണ്ടായിരുന്നു. പക്ഷെ വിമർശിക്കേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് തന്നെ വിമർശിച്ചുകൊണ്ട് തന്നെ പ്രശ്നങ്ങളെ ആ രീതിയിൽ കണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന പ്രകൃതം VSനുണ്ടായിരുന്നു. അത് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ തുടരുന്ന സമയം വരെ അത് തുടരുകയും ചെയ്തു. മുഖ്യമന്ത്രി, കരുത്തനായ പ്രതിപക്ഷ നേതാവ്, തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് അനുയായി, ആ നിലകളിൽ ജനപ്രിയ നേതാവ് എന്ന നിലയ്ക്ക് കേരളത്തിന് ദീർഘനാൾ സേവനം ചെയ്ത നേതൃത്വമാണ് VSന്റേത്. അദ്ദേഹത്തിന്റെ ദേഹവിയോഗം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയ്ക്കും കേരള ജനതയ്ക്കും വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു തൊഴിലാളി പ്രവർത്തകനായി പ്രവർത്തനം ആരംഭിച്ച് CPM സംസ്ഥാന സെക്രട്ടറിയായും LDF കൺവീനറായും പ്രതിപക്ഷ നേതാവായി ദീർഘനാളും മുഖ്യമന്ത്രിയായും എല്ലാം പ്രവർത്തിക്കാൻ VSന് സാധിച്ചിട്ടുണ്ട്.